അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ്. അതായത് ഇതിനു മുമ്പ് പറഞ്ഞത് ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതിൽ ബൈബിൾ പുതിയ നിയമത്തിലെ പ്രവചനങ്ങളെ കുറിച്ചാണ് ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത് എങ്കിൽ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ പഴയ നിയമത്തിൽ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും അതിന്റെ വിശദീകരണങ്ങളുമാണ്. അപ്പോൾ നമുക്കറിയാം, ക്രിസ്തു മതത്തിൽപ്പെട്ട പണ്ഡിതന്മാർ തന്നെ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഇതിനെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നതായി, അവർക്ക് വിദ്വേഷമുള്ളവരെയോ വൈരാഗ്യമുള്ളവരെയോ തന്റെ മതത്തിൽ പെട്ടിട്ടില്ലാത്ത ആളുകളെയോ ഒക്കെ ആന്റി ക്രൈസ്റ്റായി ചിത്രീകരിക്കുന്നത് പല വേദികളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ആന്റി ക്രൈസ്റ്റ് എന്ന് നമ്മൾ, അഥവാ അന്തിക്രിസ്തു എന്ന് ബൈബിളിന്റെ വെളിച്ചത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. കാരണം ഇതൊരുപാട് ദൈർഘ്യമേറിയ വിഷയമായതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമാവുകയില്ല. ഏതായാലും വീഡിയോ തീരുന്നിടം വരെ ഇതെല്ലാവരും കാണണം. കണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയും കാണണം. ഈ രണ്ട് വീഡിയോയും കാണുമ്പോൾ മാത്രമേ ഇതെന്താണ് എന്ന് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. വെളിപാടിന്റെ 13:18 പ്രവചനം ഇപ്രകാരമാണ് അന്തിക്രിസ്തുവിനെ കുറിച്ച്. ബുദ്ധിയുള്ളവൻ, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഓരോ പ്രവചനങ്ങളും. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് മനുഷ്യന്റെ സംഖ്യ എത്ര. മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ എന്ന് പറയുകയും അത് മനുഷ്യന്റെ സംഖ്യ എത്ര, അവന്റെ സംഖ്യ 666 ആകുന്നു. വെളിപാട് പുസ്തകത്തിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പ്രവചനമാണ് ഈ 13:18 പറഞ്ഞ 666 എന്ന ഈ സംഖ്യ. ഇത് ഗ്രഹിക്കാൻ ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയും ജ്ഞാനവും ആവശ്യമാണ്, ബുദ്ധിയും ജ്ഞാനവും ഉള്ളവർ അത് ഗ്രഹിക്കട്ടെ എന്നാണ്. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ബുദ്ധിയും ജ്ഞാനവും ഉള്ളവർ അതിനെ ഗണിച്ചെടുക്കട്ടെ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ജ്ഞാനം ആവശ്യമാണ്. ബുദ്ധിയുള്ളവർ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ എത്ര, അവന്റെ സംഖ്യ 666. ഇതാണ് പ്രവചനം. ഈ 666 എന്ന സംഖ്യ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ മറ്റു പല സ്ഥലങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ കൂടി എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. വെളിപാടിന്റെ 13:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, വെളിപാട് 14:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, വെളിപാട് 13:17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക്, അതുപോലെ വെളിപാട് 13:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിന് ഒരു വ്യക്തമായ കുറെ പ്രവചനങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ പ്രവചനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ ആരാണ് ഈ ആന്റി ക്രൈസ്റ്റ് എന്നും എന്താണ് ആന്റി ക്രൈസ്റ്റിന്റെ രീതി എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അത് പുലർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ പറയപ്പെട്ടിരിക്കുന്നു, അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ തൃഷ്ണനാമങ്ങളും ഉള്ളൊരു മൃഗം. അതിന്റെ ആന്റിക്രിസ്റ്റിന്റെ പ്രത്യേകത പറയുകയാണ്. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ തൃഷ്ണനാമങ്ങളും ഉള്ളൊരു മൃഗം. പ്രത്യേകമായ ഒരു പേര്, ദ്വയാർത്ഥമുള്ള ഒരു നാമവും പേരുമുള്ള ഒരു മൃഗം. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായു സിംഹത്തിന്റെ വായു പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു.
അതിന്റെ തലകളിൽ നിന്നും മരണകാരണമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ തലയിൽ മരണകാരണമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവൻ മഹാസർപ്പത്തെ നമസ്കരിച്ചു. അവർ മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവർ മഹാസർപ്പത്തെയാണ് ആരാധിച്ചത്. മൃഗത്തോട് തുല്യനാൽ, അപ്പോൾ ഇവിടെ മൃഗത്തെ ഉദാഹരിക്കുകയാണ് ചെയ്യുന്നത്. മൃഗത്തിന് തുല്യനാൽ, മൃഗത്തോട് തുല്യമായവനാണ് എന്നാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. അതിനോട് പോരുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ഭൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. മൃഗത്തിന്റെ സ്വഭാവമാണ് ഇത്. ഓരോ വിഷയങ്ങളും നമുക്ക് പിന്നീട് പുറകെ വിശദീകരിക്കാവുന്നതാണ്. വമ്പും ഭൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അത് അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവഭൂഷണത്തിനായി വാ തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂനിവാസികൾ ഒക്കെയും അതിനെ നമസ്കരിച്ചു. വെളിപാട് 13:1 മുതൽ 8 വരെ വാക്യങ്ങൾ. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ കഴിയാതെയും ആകുന്നു. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. മൃഗത്തിന്റെ സംഖ്യ 666. ഇത്രയുമാണ് ആ പ്രവചനത്തിൽ ചുരുക്കം. ഇനി ഇവിടെ ഈ പറയപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ ഓരോന്നോരോന്ന് നമുക്ക് ഇങ്ങനെ എടുത്ത് പരിശോധിക്കാം. ഒന്ന്, സമുദ്രത്തിൽ നിന്ന് കയറി വരും. വെളിപാടിന്റെ 3:1. 2, മഹാസർപ്പം അതിന് ശക്തിയും അധികാരവും നൽകും. ശക്തിയും അധികാരവും നൽകുന്നത് മഹാസർപ്പമായിരിക്കും. വെളിപാടിന്റെ 13:2. 3, അതിന് മരണകരമായ മുറിവേൽക്കും. വെളിപാടിന്റെ 13:3. 4, അതിന് മരണകരമായ ആ മുറിവ് പൊറുക്കും. 13:3. 5, പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി തീരും. വെളിപാട് 13:3 മുതൽ 7 വരെ. 6, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അതിന് അധികാരം ലഭിച്ചു. ശക്തിയേറിയ മതരാഷ്ട്ര ശക്തി. വെളിപാടിന്റെ 13:8. ഇനി 7, ദൈവഭൂഷണം പറയുന്നു. വെളിപാട് 13:5 മുതൽ 6 വരെ വാക്യങ്ങൾ. 8, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു അവരെ കീഴടക്കും. വെളിപാടിന്റെ 13:7. 9, 42 മാസക്കാലം ഭരണം നടത്തും. വെളിപാടിന്റെ 13:5. 10, അവന്റെ നിഗൂഢമായ സംഖ്യ 666 ആകുന്നു. 13:18. നമുക്കിതിനെ ഓരോന്നുമായി പരിശോധിക്കാം. 1, അത് സമുദ്രത്തിൽ നിന്ന് കയറി വരും. ഇവിടെ എന്താണ് സമുദ്രത്തിൽ നിന്ന് കയറി വരും എന്ന് പറഞ്ഞതിന്റെ സാരം എന്ന് നമുക്ക് പരിശോധിക്കാം. അത് 2 രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഇവിടെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സമുദ്രം പ്രതിനിധാനം ചെയ്യുന്നത് ജനസാന്ദ്രമായ പ്രദേശത്തെയാണ്. അഥവാ വെളിപാടിന്റെ 17:15 നോക്കിയാൽ ഈ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ലോകത്ത് അറിയപ്പെടുന്ന വ്യവസ്ഥാപിത രാജ്യങ്ങളുടെ നടുവിൽ നിന്നുമാണ് ആ മൃഗം അഥവാ എതിർ ക്രിസ്തു എഴുന്നേൽക്കപ്പെടുക എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ഇത് ക്രൈസ്തവ ജനതയുടെ നേതാവായ പോപ്പ് അഥവാ പാപ്പത്വവും
പശ്ചിമ യൂറോപ്പിൽ നിന്നാണ് ഉടലെടുത്തത്. അതിന്റെ കാരണം ഞാൻ പുറകെ പറയുന്നതായിരിക്കും. മൃഗം സമുദ്രത്തിൽ നിന്നും കയറി വരും എന്ന് പറയപ്പെട്ടതിന്റെ പൊരുളും ഇത് തന്നെയാണ്. അതായത് ഈ ജനസാന്ദ്രമായ ബൈബിളിന്റെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനസാന്ദ്രമായ ആ ജനസമൂഹത്തിന്റെ നടുവിൽ നിന്നുമാണ് ഇത് കയറി വരിക. ഇനി ഇത് അങ്ങനെ കയറി വന്നത് നമ്മൾ പുതിയ നിയമം പരിശോധിച്ചപ്പോൾ നമുക്ക് പൗലോസിന്റെ സിദ്ധാന്തം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതിന്റെ തുടർ പ്രവർത്തന രീതിയാണ് പോപ്പിന്റെ അധികാരത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ വീണ്ടും ലോകത്ത് വന്നത് എന്ന് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ജനസാന്ദ്രമായ ആ പ്രദേശത്ത് നിന്ന് കയറി വന്നത് പോപ്പായിരുന്നു. രണ്ടാമത്തെ പ്രവചനം, മഹാസർപ്പം അതിന് ശക്തിയും സിംഹാസനവും അധികാരവും നൽകി. മഹാസർപ്പം അതിന് ശക്തിയും സിംഹാസനവും അധികാരവും നൽകി. മഹാസർപ്പത്തെ തിരിച്ചറിയേണ്ടതിന് ദൈവത്തിന്റെ അന്ത്യകാല സഭയെ നിർമ്മല സ്ത്രീയോട് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഞാൻ പറയാം. പ്രവചനത്തിലെ നിർമ്മല സ്ത്രീ ദൈവത്തിന്റെ യഥാർത്ഥ ജനത്തെ അഥവാ സത്യസഭയെ കുറിക്കുന്നു. യെശയ്യാവിന്റെ 51:18 നോക്കിയാൽ വീണുപോയ സഭയെ വീണുപോയ മാതാവിനോടും പുത്രിയോടും സദൃശീകരിക്കപ്പെട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അതേപോലെ മഹാസർപ്പം എന്ന് പറയുന്നത് റോമിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോമിന്റെ ഗൂഢപദ്ധതികൾക്ക് പിന്നിൽ പിശാചായിരുന്നു പ്രവർത്തിച്ചത് എന്ന് വെളിപാടിന്റെ 12:7 മുതൽ 9 വരെ വാക്യങ്ങളിലും നമുക്ക് കാണാം. അതായത് യേശുവിന്റെ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം ക്രിസ്തു മതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റോമിന്റെ അന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതൊക്കെ പിശാചുക്കളായിരുന്നു എന്ന് ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നു. ഇനി സാത്താന്റെ നികൃഷ്ട പ്രവർത്തനങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളെയും ഉപയോഗിച്ചിരുന്നു. ഈ റോമ അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പല രാജ്യങ്ങളെയും ഉപയോഗിച്ചിരുന്നു. ഇക്കാര്യത്തിൽ റോമിനെയാണ് ഏറ്റവും കൂടുതൽ സാത്താന്റെ നിഗൂഢ പ്രവർത്തനങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളെയും ഇവർ സമീപിച്ചിരുന്നു. ആരാണ് സാത്താൻ എന്ന് പറയുന്നത്? അതായത് ദൈവത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അത്തരം ആളുകൾ ഇതുപോലുള്ള രാജ്യങ്ങളെയും ഭരണകർത്താക്കളെയും തന്റെ സ്വാധീന വലയത്തിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് കഠിനമായ പ്രയത്നങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. ഇതിൽ റോമിനെയാണ് ഏറ്റവും കൂടുതൽ അവർ സ്വാധീനിച്ചിരുന്നത്. ധാരാളം തെളിവുകൾ നമുക്ക് ഇതിനു വേണ്ടി ഉണ്ടെങ്കിലും 1-2 തെളിവുകൾ മാത്രം ഞാനിവിടെ പ്രതിപാദിക്കാം. ലോകശക്തിയായിരുന്ന റോമാ സാമ്രാജ്യത്തിന്റെ തുടർച്ചയായി റോമൻ കത്തോലിക്ക സഭ അവരോധിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ പോപ്പ് കൈസറിന്റെ പിന്തുടർച്ചക്കാരനായി. റോമാ സാമ്രാജ്യം ക്രിസ്തുമതവും മതവുമായി ബന്ധമുണ്ടായിരുന്നതല്ല. പക്ഷെ ആ റോമാ സാമ്രാജ്യം മതവുമായുള്ള മതപരമായ രാഷ്ട്രമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് വഴിമാറുകയുണ്ടായി. കത്തോലിക്ക സഭ റോമാ സാമ്രാജ്യത്തിന്റെ ഒരു പുതിയ പതിപ്പായി വന്നു. പഴയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ക്രിസ്തീയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറി. റോമാ സാമ്രാജ്യം എന്നത് ഒരു രാഷ്ട്രീയ ഭരണ ശിലാകേന്ദ്രമായിരുന്നു. അതിന്റെ ആ ഒരു ഭരണത്തിന്റെ തലസ്ഥാനമായിരുന്നു റോം എന്നുണ്ടായിരുന്നെങ്കിൽ
ക്രിസ്തു മതത്തിന്റെ ഒരു തലസ്ഥാനമായി റോം പിന്നീട് വഴിമാറുകയുണ്ടായി. ഈ പുരാതന ശ്രേഷ്ഠ പൗരോഹിത്യ അധ്യക്ഷ സ്ഥാനത്തിന്റെ തുടർച്ചയാണ് പോപ്പ്. അതുകൊണ്ട് ഈ വസ്തുതയും പാപ്പത്വത്തിന് യോജിക്കുന്നതാണ്. പുരാതന റോമിൽ നിന്നുമാണ് പാപ്പത്വത്തിന് സിംഹാസനവും അധികാരവും ലഭിച്ചത്. ഈ കാരണത്താലും ഈ പറയപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ പോപ്പിലാണ് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവചനം 3 അതിന് മരണകരമായ മുറിവേറ്റു. വെളിപാടിന്റെ 13:3. അതായത് 1798 ഫെബ്രുവരി നെപ്പോളിയൻ ചക്രവർത്തിയുടെ സൈന്യാധിപനായിരുന്ന അലക്സാണ്ടർ ബർത്തിയാർ റോമിൽ പ്രവേശിച്ചു. പോപ്പ് പയസ് 6 തടവുകാരനാക്കുന്നതോടുകൂടി പാപ്പത്വത്തിന് മരണകരമായ മുറിവേറ്റു. പോപ്പിനെ തടവുകാരനാക്കി. പോപ്പിന്റെ മരണത്തോടു കൂടി പാപ്പത്വം അവസാനിക്കുമെന്ന് നെപ്പോളിയൻ കൽപ്പിച്ചു. 1799 ഓഗസ്റ്റ് മാസത്തിൽ പോപ്പ് ഫ്രാൻസിൽ കിടന്നു മരിച്ചു. പോപ്പ് മരിച്ചതോടുകൂടി പാപ്പത്വം മരിച്ചു പോകുമെന്നും യൂറോപ്പിലെ പകുതിയോളം ജനങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇനി ഒരു കാലത്തും പോപ്പ് ഭരണം ലോകത്തിൽ ഉണ്ടാവുകയില്ല, പാപ്പത്വം എന്നേക്കുമായി അവസാനിച്ചു എന്ന് പകുതിയോളം ജനങ്ങൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു വലിയ മുറിവ് പാപ്പത്വത്തിന് സംഭവിച്ചു. അങ്ങനെ ആന്റി ക്രൈസ്റ്റ് ഈ ഒരു മുറിവ് സംഭവിക്കും എന്ന് പറഞ്ഞ മുറിവ് സംഭവിച്ചു. അതിനുശേഷം പ്രവചനം 4 അതിന്റെ മുറിവ് പുറത്ത് സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. 13:3. ഇവിടെ മുറിവ് പൊറുത്തതോടുകൂടി പാപ്പത്വത്തിന്റെ ശക്തി വർദ്ധിക്കുകയും ഇന്നത് ലോകത്തിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വലിയ ഒരു മത ശക്തിയായി രാഷ്ട്രീയ പ്രസ്ഥാനവുമായി പണ്ഡിത ശ്രേഷ്ഠനും വത്തിക്കാന്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ലോകത്ത് ഒരു വലിയ ശക്തിയായി അധികാരമുള്ള ഒരു മത രാഷ്ട്ര ശക്തിയായി പോപ്പ് മാറിയിരുന്നു. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് വത്തിക്കാനിലെ പോപ്പിന്റെ അരമന സൂക്ഷിപ്പുകാരനൊക്കെ ആയിരുന്ന മാർട്ടിൻ തന്റെ വളരെയധികം വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം ദി കേസ് ഓഫ് ദിസ് ബ്ലൂഡ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം വെളിപ്പെടുത്തുന്നു. പോപ്പിനെ കുറിച്ച്, അതായത് ആ കാലഘട്ടത്തിൽ സംഭവിച്ച മുറിവിനെ കുറിച്ച് പാപ്പത്വം ഇല്ലാതായി എന്ന് പറയുന്നതിന്റെ ഒരു തെളിവായിക്കൊണ്ടാണ് ഇത് ഞാൻ ഉദ്ധരിക്കുന്നത്. പോപ്പിനെ കുറിച്ച് അദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പിളിനെ പോലെ ഒരു ലോക ഭരണാധികാരിയായി അംഗീകരിച്ചിരിക്കുന്നു. പോപ്പിനെ പോലെ കോൺസ്റ്റാന്റിനോപ്പിളിനെ ഒരു ലോക ഭരണാധികാരിയായി അവർ അംഗീകരിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേജ് 49, 120, 123 പേജുകൾ. 4 ഭരണ സംവിധാനത്തിലൂടെ അദ്ദേഹം സംരക്ഷിക്കപ്പെട്ടു. കോൺസ്റ്റാന്റിനോപ്പിൾ 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹമാണ്. 91 രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. പേജ് 490. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ ഒരു ലോക സദാചാര രാഷ്ട്രം സ്ഥാപിക്കാൻ താൻ സന്നദ്ധനാണ്. ലോക ജനത വിശ്വസിക്കുന്നു. 16,000 പത്രപ്രവർത്തകർ അദ്ദേഹത്തിന്റെ അമേരിക്കൻ യാത്ര റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അദ്ദേഹം
അമേരിക്കയിലേക്ക് ഒരു യാത്ര ചെയ്തപ്പോൾ 16,000 പത്രപ്രവർത്തകർ അദ്ദേഹത്തിന്റെ യാത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാപത്വത്തെ കുറിച്ച് വത്തിക്കാൻ ഒരു അതുല്യമായ അമേരിക്കൻ അംബാസിഡർ പറയുന്നു. ലോകത്ത് എവിടെയെങ്കിലും തിങ്കളാഴ്ച സംഭവിക്കേണ്ട കാര്യങ്ങൾ ശനിയാഴ്ച തന്നെ വത്തിക്കാൻ അറിയുമായിരുന്നു. പിന്നെ പാപത്വത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ലോകത്ത് എവിടെയെങ്കിലും തിങ്കളാഴ്ച നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ശനിയാഴ്ച തന്നെ അദ്ദേഹം അറിയുമായിരുന്നു. ഇത് വത്തിക്കാൻ അറിയുമായിരുന്നു. ലോകം മുഴുവനും ഒരു ഭരണത്തിന് പാപ്പത്ത ഭരണകൂടം ഇപ്പോൾ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. പാപ്പത്ത ഭരണത്തിലേക്ക് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. മരണകരമായ മുറിവ് പുറത്തുകൊണ്ടും ലോകരാഷ്ട്ര പാപ്പത്വത്തെ ഉറ്റുനോക്കുന്നത് കൊണ്ടും തീർച്ചയായും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പാപ്പത്വത്തിന് യോജിക്കുന്നതാണ്. പാപ്പത്വം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. തിരിച്ച് അദ്ദേഹത്തിന് ഭരണം ലഭിക്കുന്നു. അങ്ങനെ ലോകരാജ്യങ്ങൾ മുഴുവനും സ്വാധീന വലയത്തിലാക്കുന്നു. ആ മുറിവ് അദ്ദേഹത്തിന് പാപത്വത്തിന്റെ ആ മുറിവ് ഉണങ്ങി വീണ്ടും പാപത്തൻ ലോകത്ത് സ്ഥാപിതമാകുന്നു. അത് ശക്തമായ ഒരു മതരാഷ്ട്ര ശക്തിയായി തീരുകയുണ്ടായി. ഇതാണ് മുകളിൽ പറഞ്ഞ ആ പ്രവചനത്തിന്റെ പുലർച്ച. അത് ശക്തമായ ഒരു മതസ്ഥാപനമായി തീരും എന്ന് വെളിപാട് 13:3 മുതൽ 8 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവചനം 7 അത് ദൈവഭൂഷണം എന്ന അപരാധം ചെയ്യുന്നു. അതായത് പൗലോസ്യൻ സിദ്ധാന്തം എന്താണോ ഇത് തന്നെയാണ് ഈ പാപത്വവും ലോകത്ത് പ്രചരിപ്പിക്കുന്നത്. യേശു ദൈവമാണെന്നും ദൈവത്തിന്റെ പുത്രനാണ് എന്നും മറിയം സഹധർമ്മിണിയാണ് എന്നൊക്കെ ഉള്ള ഇത്തരം എല്ലാ കഥകളാണ് അതും ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. പുരോഹിതന്മാർക്ക് പാപം ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് അവകാശപ്പെടുന്നത് കൊണ്ടും പോപ്പ് ക്രിസ്തുവിന്റെ പ്രതിനിധി പുരുഷനാണെന്ന് പറയുന്നത് കൊണ്ടും പാപത്വം ദൈവഭൂഷണം പറയുന്നതിന് ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു. പാപങ്ങൾ പൊറുക്കാൻ ഈ പൗരോഹിത്യത്തിന് അധികാരമുണ്ട് എന്നും താൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നും പറയുന്ന കാരണത്താൽ ദൈവഭൂഷണം പറയുന്നവനായി തീർന്നു. 8ാമത്തെ പ്രവചനം വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യും. വെളിപാട് 13:7. അന്ധകാര കാലഘട്ടത്തിൽ പാപത്വത്തിന് ലക്ഷക്കണക്കിന് വിശുദ്ധന്മാരെ പീഡിപ്പിക്കുകയും അവരെ കൊല്ലുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ ചരിത്രം നാം എടുത്ത് പരിശോധിക്കേണ്ട യാതൊരു കാര്യമില്ല. കുരിശുയുദ്ധ കാലഘട്ടത്തെ കുറിച്ചായാലും അതേപോലെ തന്നെ മതപ്രചരണത്തിന് വേണ്ടി സ്പെയിനിനെ ലോകത്തിന്റെ കിഴക്കോട്ടും പോർച്ചുഗീസിനെ ലോകത്തിന്റെ പടിഞ്ഞാറോട്ടും അയക്കപ്പെട്ടതോടുകൂടി ലോകം മുഴുവൻ ഒരു രക്തഭംഗിരമായ ഒരവസ്ഥയിലേക്ക് ലോകത്തെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. തന്റെ ആ രാജ്യം വാഗ്ദത്ത ഭൂമി സ്ഥാപിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവനും രക്തക്കളമാക്കി തീർത്തു. ശ്രീലങ്ക, ഗോവ, ഗുജറാത്ത്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും മുസ്ലിം ഭൂരിഭാഗ പ്രദേശങ്ങളെല്ലാം പറങ്കികളുടെ കടന്നുകയറ്റം ഒക്കെ കൊണ്ട് രക്തച്ചൊരിച്ചിന് ലക്ഷക്കണക്കിന് എണ്ണത്തിന് അവർ കൊന്നൊടുക്കി കളഞ്ഞു. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധം, 1ാം ലോക മഹായുദ്ധം, അങ്ങനെ ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ നസ്രാണികൾ എന്നാണ് അവരറിയപ്പെടുന്നത്. അവരായിരുന്നു യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഇവിടെ വന്ന് അവരെ റോമം വൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
റോമിന്റെ ഈ വിശ്വാസവുമായി അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതായിരുന്നു. ആ വിശ്വാസം അവർ ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 9-ാമത്തെ പ്രവചനം, 42 മാസക്കാലം അത് ഭരണം നടത്തും. വെളിപാടിന്റെ 13:5. 42 മാസക്കാലം അഥവാ അക്ഷരീയ കാലഘട്ടം 1260 വർഷങ്ങൾ പാപ്പത്വം ഭരണം നടത്തി. AD 538 മുതൽ 1798 വരെ ഈ പ്രവചനവും അക്ഷരാർത്ഥത്തിൽ അതിൽ പുലർന്നു. അതിന്റെ നിഗൂഢമായ സംഖ്യ ഇതാണ് ആർക്കും മനസ്സിലാകാത്തത്. നിഗൂഢമായ സംഖ്യ 666 അത്ര. അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. ആ വാക്യത്തിൽ തന്നെ പ്രത്യേകം പറയുന്നു അവന്റെ പേരിന്റെ സംഖ്യയാണ് എന്ന്. അവന്റെ പേരിന്റെ സംഖ്യയാണത് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. പാപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് വ്യക്തിയെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? സ്വാഭാവികമായും പോപ്പിനെയാണ് നാം ചിന്തിക്കേണ്ടത്. അവന്റെ ഔദ്യോഗിക പേര് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരു കാത്തലിക ഉദ്ധരണി പറയാം. റോമിലെ പോപ്പിന്റെ സ്ഥാനപ്പേര് ദൈവപുത്രന്റെ പ്രതിനിധി എന്നാണ്. അതായത് ഈ പോപ്പിന്റെ കിരീടത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ പേരിന്റെ ഓരോ അക്ഷരങ്ങളെയും അത് അക്ഷരീയവൽക്കരിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഇത്ര സംഖ്യ എന്ന് കണക്കിൽ നമുക്ക് ലഭിക്കും. ഈ സംഖ്യകൾ നമ്മൾ ഓരോ അക്ഷരത്തിന്റെയും സംഖ്യകൾ എടുത്ത് കണക്ക് കൂട്ടിയാൽ ആ സംഖ്യ നമുക്ക് അവസാനം എത്രയാണ് കിട്ടുക എന്ന് പരിശോധിക്കുകയാണെങ്കിൽ 666 എന്നാണ് കിട്ടുക. അതായത് പോപ്പിന്റെ കിരീടത്തിൽ ഉള്ള പേര് വി എന്ന അക്ഷരത്തിന് കണക്കിൽ 0 എന്നാണ് ലഭിക്കുക എങ്കിൽ, ഐ എന്ന അക്ഷരത്തിന് ഇന്നതാണ് ലഭിക്കുക എങ്കിൽ, അതുപോലെ സി എന്ന അക്ഷരത്തിന് ഇതാണ് ലഭിക്കുക. അങ്ങനെ ഓരോ അക്ഷരത്തിനും ഓരോ അക്ഷരീയമായ സംഖ്യകളുണ്ട്. ഈ സംഖ്യകൾ വെച്ചുകൊണ്ട് അത് നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ 666 എന്ന സംഖ്യയാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇത് ആരെയാണ് അവന്റെ സംഖ്യ 666? അത് അവർ ഗണിച്ചെടുക്കട്ടെ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗണിച്ചെടുക്കണം ഇത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് മുദ്രയുള്ള മൃഗം എന്ന പാപത്വത്തിന് മാത്രമാണ് ഭൂമിയിൽ യോജിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരാൾക്കും തന്നെ ഈ പറയപ്പെട്ട ഗുണങ്ങളോട് കൂടിയ മറ്റൊരു സംഗതിയും ലോകത്തിലില്ല. പാപത്വത്തിന് എങ്ങനെയാണ് ദൈവത്തിന്റെ നിയമങ്ങളെ മാറ്റിയത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 3 മാർഗത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് കൽപ്പിച്ചു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് യേശു പഠിപ്പിച്ചു. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് എന്ന് പൗലോസ് പഠിപ്പിച്ചു. ആ ആശയം പോപ്പ് അധികാരം ഉപയോഗിച്ച് ലോകത്ത് പ്രചരിപ്പിച്ചു. രണ്ടാമത്, വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത് എന്ന് കൽപ്പന ലംഘിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. മറിയമിന്റെയും യേശുവിന്റെയും ബിംബങ്ങൾ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. 4-ാം കൽപ്പനയായ ശബ്ബത്തിന് പകരം ഞായറാഴ്ച പോകൻ റോമിലെ സൂര്യദേവന്റെ ആരാധനാ ദിവസമായ സൺഡേ ആചാരം കൊണ്ടുവന്നു.
ശബ്ബത്ത് ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാണ് എന്ന് വളരെ വ്യക്തമായി 4-ാം കൽപ്പനയിൽ പുറപ്പാടിന്റെ 20-8 മുതൽ 11 വരെ വാക്യങ്ങൾ പറയുന്നു. ശബ്ബത്ത് കൽപ്പനയെ നീക്കം ചെയ്തുകൊണ്ട് 10-ാമത്തെ കൽപ്പന 2 പിളർത്തി. ഇങ്ങനെ ദൈവഭൂഷണം പറയുന്ന, ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആ സ്വഭാവം, ഈ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളോടുകൂടി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ ആന്റി ക്രൈസ്റ്റ് അഥവാ അന്തിക്രിസ്തു എന്ന് പറയുന്നത് ഈ പാപ്പത്വത്തിലൂടെ, പോപ്പിലൂടെയാണ് ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അവന്റെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതേ സ്വഭാവങ്ങൾ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ ലോകസഞ്ചാരി, കളവ് പറയുന്നവന്റെ പിതാവ്, പ്രച്ഛന്നമാക്കി കാണിക്കുന്നവൻ, അങ്ങനെ തുടങ്ങി ധാരാളം സ്വഭാവ വിശേഷണങ്ങളാണ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ വിശ്വാസം, പാപ്പത്വം അല്ലെങ്കിൽ പോപ്പ് ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ള ഈ വിശ്വാസം ബൈബിൾ വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു ആന്റി ക്രൈസ്റ്റ് വിശ്വാസമാണ്, ദൈവത്തിന് വിരുദ്ധമായ ഒരു വിശ്വാസമാണ് ലോകത്ത് ഈ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ വിശ്വാസത്തിൽ അകപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിയും യഥാർത്ഥമായി ആന്റി ക്രൈസ്റ്റ് വിശ്വാസമാണ് വെച്ച് പുലർത്തുന്നത് എന്ന് അവർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് വിനീതമായി എനിക്ക് ഇതോടുകൂടി കൂട്ടിച്ചേർത്ത് നിങ്ങളോട് പറയാനുള്ളത്. ഇനി യേശു 2-ാം വരവ് ഉണ്ടാകും എന്ന് പറഞ്ഞത് അത് ആരിലൂടെയാണ് എന്ന് ബൈബിൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് യേശു 2-ാമത് വരുമ്പോൾ എങ്ങനെയാണ്, എവിടെയാണ്, ആരായിക്കൊണ്ടാണ് വരിക എന്ന് ബൈബിൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ വ്യക്തമാക്കുന്നതായിരിക്കും. നമസ്കാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു.